സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഹൃദയംഗവുമായിട്ട് ആശംസിക്കുന്നു. ഈ ക്രിസ്മസ് സുദിനങ്ങളിൽ യേശുവിൻ്റെ ജനനത്തിനായി നാം ഒരുങ്ങുകയും ആ ജനനത്തെ ഓർക്കുകയും ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ ഈശോ ജനിച്ച അതിവിശുദ്ധമായ സ്ഥലം ഹോളി ലാൻഡിലെ ഏറ്റവും പൗരാണികമായ ദേവാലയത്തിലേക്ക്, ബേത്ലഹേമിലെ യേശു ജനിച്ച ദേവാലയത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. യേശു ജനിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യ നൂറ്റാണ്ട് മുതൽ അതിപവിത്രമായി വണങ്ങപ്പെട്ട ഒരു ഗുഹയാണ് ഈ ദേവാലയത്തിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. എല്ലാവരും കുമ്പിട്ട് ആരാധിക്കുന്ന സ്ഥലം ആ യേശു ജനിച്ച ചെറിയൊരു ഗുഹയാണ്. ഈ ദേവാലയം അതിപുരാതനമായ ദേവാലയമാണ്. ജെറൂസലേമിൽ വെച്ച് ഉള്ളതിൽ നമ്മുടെ ക്രൈസ്തവ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെടുത്തി യുനെസ്കോ സംരക്ഷിക്കുന്ന വേൾഡ് ഹെറിറ്റേജ് സെന്ററായിട്ട് സംരക്ഷിക്കുന്ന അതിവിശുദ്ധമായ അതിപൗരാണികത്വമുള്ള ഒരു വിശുദ്ധ ദേവാലയമാണ് ബേത്ലഹേമിലെ നേറ്റിവിറ്റി ചർച്ച്, കർത്താവിന്റെ ജന്മസ്ഥലത്തിന്റെ ദേവാലയം. വിശുദ്ധ സ്ഥലങ്ങളിലെല്ലാം ദേവാലയങ്ങൾ പണിത ഹെലേന രാജ്ഞി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഏറ്റവും ആദ്യം തന്നെ ഗാഗുൽത്താമയിലെ ദേവാലയത്തോടൊപ്പം തന്നെ സ്ഥാപിച്ച പള്ളിയാണിത്. AD 325 ഇത് നിർമ്മിച്ചത്. എന്നാൽ പിന്നീട് AD 562 ആയപ്പോഴേക്കും സമരിറ്റൻ റിവോൾട്ട് വന്ന് സമറിയക്കാര് ഈ പ്രദേശം കീഴടക്കുകയും ആദ്യത്തെ ദേവാലയം തകർക്കുകയും ചെയ്തു. അന്ന് ജസ്റ്റീനിയൻ ചക്രവർത്തി, റോമിന്റെ ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ, പണി കഴിപ്പിച്ച പൗരാണിക ദേവാലയമാണ് ഇപ്പോൾ നാം കാണുന്നത്. ഈ ദേവാലയത്തിന്റെ ഏറ്റവും മനോഹാരിത എന്തെന്ന് വെച്ചാൽ ഇതിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ചെറിയ ഗുഹയാണ് ഈശോ ജനിച്ച സ്ഥലം. എന്നാൽ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിസുശക്തമായ കൊത്തളങ്ങളാണ് ഇതിന്റെ ചുറ്റും പണിതിട്ടുള്ളത്. ഈ കോട്ടയുടെ അകത്തേക്ക് പീരങ്കിയോ ശത്രു സൈന്യമോ കടന്നു ചെല്ലാതിരിക്കാനായിട്ട്, ഈ വിശുദ്ധ സ്ഥലം സംരക്ഷിതമായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വാതിലാണ്, കവാടമാണ് ഈ കോട്ടയ്ക്കുള്ളത്. അതിൻ്റെ അകത്താണ് ഈ ബേത്ലഹേമിലെ ഗുഹ, യേശു ജനിച്ച ഗുഹ. എന്തുകൊണ്ടാണ് ഈ ഗുഹ, ഇത്രയും ചെറിയൊരു ഗുഹയ്ക്കകത്ത് യേശു ജനിച്ചത്? അതോടൊപ്പം തന്നെ ഈ ഗുഹ കാണാനായിട്ട് കടന്നു വരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകര് ഈ കോട്ടയുടെ മുമ്പിൽ വന്നിട്ട് ഈ ചെറിയ വാതിലൂടെ ഞൂണ്ട് അകത്തേക്ക് കയറണം എല്ലാവരും. കാരണം അതിന് വലിയൊരു അർത്ഥമുണ്ട്. ഇനി ഈ ചെറിയ ഗുഹയുടെ അകത്തൂടെ നാം അകത്ത് കടന്നു കഴിഞ്ഞാൽ വലിയ ഇടുങ്ങിയ ഒരു വാതിലിന്റെ ഉള്ളിലൂടെ കടന്നിട്ട് വേണം യേശു ജനിച്ച സ്ഥലത്ത് ചെല്ലാനും മുട്ടുകുത്തി ഈശോയെ ആരാധിക്കുവാനും. പൂജാ രാജാക്കന്മാരും ആട്ടിടയരും ഇന്നുള്ള അതിനുശേഷം ക്രിസ്തു മതം കണ്ട എല്ലാ രാജാക്കന്മാരും, എല്ലാ മാർപ്പാപ്പന്മാരും, കർദിനാൾമാരും, ഭക്തരും, വിശുദ്ധരും എല്ലാവരും ഈ ഗുഹയുടെ അകത്ത് കടക്കുന്നത് തല കുനിഞ്ഞ് പല പ്രാവശ്യം തല കുനിച്ചിട്ട് വേണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തല കുനിക്കല്? ഈ ഗുഹയ്ക്കകത്ത് കടക്കാനായിട്ട് നാം എല്ലാവരും ഇതുപോലെ തല കുനിക്കേണ്ടത് അതിനൊരു വലിയ അർത്ഥമുണ്ട്. ആ അർത്ഥമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന മഹത്തായ സന്ദേശം. സ്നേഹമുള്ളവരെ, യേശു ജനിച്ചത് ഒരു ഗുഹയുടെ അകത്താണ്. പാറ തുരന്നുണ്ടാക്കിയ പാറയുടെ ഇടുക്കിൽ ഒരു ഗുഹ, വളരെ ചെറിയൊരു ഗുഹയാണ്. ഈ ഗുഹയ്ക്കകത്ത് കടന്നാൽ മാത്രമേ യേശുവിനെ ആരാധിക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഈ ഗുഹ കാണണമെങ്കിൽ ജസ്റ്റീനിയൻ ചക്രവർത്തിമാരും അതിനുശേഷം ഈ ഗുഹ കാണാനും ഇത് സംരക്ഷിക്കാനും വന്ന കാലാകാലങ്ങളിൽ വന്ന ക്രൈസ്തവ രാജാക്കന്മാര് അതിപുരാതനമായി കൊത്തളമുണ്ടാക്കി ഈ ഗുഹയെ സംരക്ഷിക്കാനുള്ള ക്രമീകരണം, ഈ ദേവാലയം സംരക്ഷിക്കാനുള്ള ക്രമീകരണം ചെയ്തപ്പോഴും അതിന്റെ മുമ്പിൽ ഇതുപോലൊരു ഇടുങ്ങിയ കുടുസായ ഒരു വാതിൽ നിർമ്മിച്ചു. ഇനി ഈ ഗുഹയുടെ അകത്ത് കടക്കാനും വേറൊരു കുടുസായ വാതിലൂടെയാണ് ഭക്തജനങ്ങൾ കടക്കേണ്ടത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഫുൾട്ടൻ ജോഷിന്റെ മനോഹരമായ ഒരു വിശദീകരണമുണ്ട്. അദ്ദേഹം പറയും, in order to see Jesus you have to stoop. Stooping is a mark of humbleness. Only the humble and the simple can see Jesus. In order to see Jesus you have to stoop. മലയാളത്തിൽ പറയുകയാണെങ്കിൽ
ഉണ്ണി ഈശോയെ കാണാൻ നീ തല കുനിക്കണം. സ്റ്റൂപ്പിംഗ്, കുനിഞ്ഞു കിടക്കുക എന്നത്, സ്റ്റൂപ്പിംഗ് ഇസ് എ മാർക്ക് ഓഫ് ഹംബിൾനെസ്. only the humble and the simple can see Jesus. എളിമയുള്ളവനും ലളിത മനസ്കനുമേ കർത്താവിനെ കാണാൻ പറ്റൂ. In order to see Jesus, you have to stoop. യേശുവിനെ കാണാൻ നീ തല കുനിക്കണം. സ്റ്റൂപ്പിംഗ് is a mark of humbleness. സ്റ്റൂപ്പിംഗ് എന്നത് എളിമയുടെ അടയാളമാണ്. only the humble and the simple can see Jesus. എളിമയുള്ളവനും ലളിത മനസ്കനുമേ കർത്താവിനെ കാണാൻ പറ്റൂ. അഹങ്കാരിയുടെ സ്ഥാനം ഗുഹയ്ക്ക് പുറത്താണ്, വിശ്വാസത്തിന്റെ പുറത്താണ്. അതുകൊണ്ടാണ് എളിമയോടെ ദൈവത്തെ അന്വേഷിക്കാൻ വന്നവർ മാത്രമേ യേശുവിനെ കണ്ടിട്ടുള്ളൂ. അവൻ ബുദ്ധിരാക്ഷസന്മാർക്ക്, വിജ്ഞാനത്തിന്റെ അഹന്തയുള്ളവർക്ക് ദൈവദർശനം നഷ്ടപ്പെടും. ഇതാ ക്രിസ്മസ് തരുന്ന സന്ദേശം. യേശുവിനെ കാണാനായിട്ട്, യേശുവിന്റെ ജനനം അറിയിക്കപ്പെട്ടത് 3 കൂട്ടർക്കാണെന്ന് ബൈബിൾ പറയുന്നു. 3 കൂട്ടരെയാണ് യേശുവിന്റെ ജനനം ആദ്യമായിട്ട് അറിയിച്ചത്. എന്നാൽ 2 കൂട്ടർക്ക് യേശുവിനെ കാണാൻ പറ്റിയുള്ളൂ, 1 കൂട്ടർക്ക് യേശുവിനെ കാണാൻ പറ്റിയില്ല. അതും ഈ ക്രിസ്മസ് നാളിൽ നാം ചിന്താ വിഷയമാക്കേണ്ടതാണ്. ആരാണ് യേശുവിനെ കണ്ട 2 കൂട്ടര്? 1 കൂട്ടർ ഒരു ജ്ഞാനവുമില്ലാതിരുന്ന, പാണ്ഡിത്യമില്ലാതിരുന്ന, വിദ്യാഭ്യാസ അറിവില്ലാതിരുന്ന ആട്ടിടയരായിരുന്നു. യേശു ജനിച്ചപ്പോൾ തന്നെ മാലാഖ യേശുവിന്റെ ജനനം അറിയിച്ചത് ആട്ടിടയരെയാണ്. അവർക്കറിയാം ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ആട്ടിടയരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എളിമയുടെ ഭാവമുണ്ടായി. അതുകൊണ്ട് മാലാഖ അറിയിച്ച ഉടനെ ദൈവത്തെ ദർശിക്കാനായിട്ട്, യേശുവിനെ ദർശിക്കാനായിട്ട് ആടുകളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് അച്ഛങ്ങൾ ആ ഗുഹ കാണാൻ ചെന്നു. ആ ഗുഹയിൽ വിറച്ചു കിടക്കുന്ന ആ ദരിദ്ര ശിശുവിനെ, ബലഹീന ശിശുവിനിൽ പ്രപഞ്ചത്തിന്റെ നാഥനെ കണ്ട് ആ ആട്ടിടയർ ആരാധിച്ചു. അവർക്ക് എളിമയുണ്ടായി, അവർ യേശുവിനെ കണ്ടു. കാരണം അവർക്കറിയാമായിരുന്നു ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ആട്ടിടയർ ഗുഹയ്ക്കിൽ കുനിഞ്ഞു കടന്ന്, ഗുഹയുടെ അകത്ത് കടന്ന് യേശുവിനെ കണ്ടപ്പോൾ വേറൊരു കൂട്ടർ, വിജ്ഞാനികളായ രാജാക്കന്മാർ. എന്താണ് ആ വിജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം? വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവിന്റെ തികവ്. അപ്പോൾ അറിവിന്റെ തികവുള്ളവർ, നല്ല ജ്ഞാനമുണ്ടായിരുന്നവർ, അവരുടെ ഒരു ഭാവമാണ് വിജ്ഞാനികളായ രാജാക്കന്മാർ. അവരുടെ ഒരു ഭാവമാണ്, വിജ്ഞാനികളുടെ ഭാവമാണ് ഞങ്ങൾക്കെല്ലാം അറിയില്ല എന്ന് ചിന്തിച്ചവരും, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ചിന്തിച്ചവരും ഗുഹയിൽ ചെന്നു, തല കുനിച്ചു, കുമ്പിട്ട് കടന്ന് യേശുവിനെ കണ്ടു. എന്നാൽ ഈ 2 കൂട്ടരും ഞങ്ങൾക്ക് എല്ലാം അറിയില്ല എന്ന് പറയുന്നവർക്ക് എളിമയുണ്ട്, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞവർക്കും എളിമയുണ്ട്. ആ എളിമയുള്ളവർക്ക് ക്രിസ്തു ദർശനം സാധ്യമായി. എന്നാൽ ഈ 2 ഗണത്തിലും പെടാത്ത ഒരു കൂട്ടരെ പറ്റി ഒരു ബൈബിൾ പറയുന്നുണ്ട്. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പൂജാ രാജാക്കന്മാർ യേശുവിനെ അന്വേഷിച്ചെന്നത് ഹെറോദേസിന്റെ കൊട്ടാരത്തിലാണ്. ഹെറോദേസിന്റെ കൊട്ടാരത്തിൽ മനുഷ്യരക്ഷയ്ക്കായി അവതരിച്ച ലോകത്തിന്റെ രാജാവായ ക്രിസ്തു എവിടെയാണെന്ന് ചോദിച്ചു. ആ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഹെറോദേസിന്റെ കൊട്ടാരത്തിലെ പണ്ഡിതര്, ബൈബിൾ പറയുന്നു, പുരാതന ലിഖിതങ്ങളെല്ലാം പരിശോധിച്ച് വളരെ കൃത്യമായി, വ്യക്തമായി എവിടെയാണ് യേശു ജനിക്കുന്നതെന്ന് പൂജാ രാജാക്കന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ബേത്ലഹേമിൽ, യൂദയായിലെ ബേത്ലഹേമിൽ, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ ജനിക്കുമെന്ന പ്രവചനങ്ങളെ വെച്ചുകൊണ്ട് പൂജാ രാജാക്കന്മാരെ അവർ ബേത്ലഹേമിലേക്ക് നയിച്ചു. പക്ഷെ ബൈബിൾ പറയുന്നുണ്ട്, ഈ വിജ്ഞാനികൾ, ഈ ഹെറോദേസിന്റെ കൊട്ടാരത്തിലെ പണ്ഡിതർ വിജ്ഞാനികളെ ബേത്ലഹേം നയിച്ചുവെങ്കിലും ഈ പണ്ഡിതർ ബേത്ലഹേമിലേക്ക് പോവുകയോ യേശുവിനെ ആരാധിക്കുകയോ ദൈവത്തെ അന്വേഷിക്കുകയോ ചെയ്തില്ല. അതിന്റെ അർത്ഥം എന്താണ്? ബുദ്ധിയിൽ അഹങ്കരിക്കുന്ന പാണ്ഡിത്വം, വലിയ പണ്ഡിത മനസ്സിന്, അഹങ്കാരം നിറഞ്ഞ മനസ്സിന്, പാണ്ഡിത്വത്തിന് ദൈവം നഷ്ടപ്പെട്ടു പോകും. ദൈവത്തെ കാണാൻ പറ്റുകയില്ല. നമ്മുടെ അറിവിലുള്ള അഹങ്കാരം, പ്രൈഡ് ഗോസ് ബിഫോർ എവരി ഫോൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ അഹന്ത നമ്മുടെ നാശത്തിലേക്ക് നമ്മെ നയിക്കും, നന്മയിലേക്ക് നയിക്കുകയില്ല. അഹങ്കാരിക്ക് ദൈവദർശനമില്ല.
എളിമയുള്ളവനും ദരിദ്രനും പാവപ്പെട്ടവനും വിജ്ഞാനത്തിന്റെ തികവ്, അറിവിന്റെ തികവുള്ളവനുള്ള ആ എളിമയിലും മാത്രമേ യേശുവിനെ കാണാനാവൂ. യേശുവിനെ കാണണമെങ്കിൽ നീ തലകുനിക്കണം. തലകുനിച്ചാൽ ദൈവദർശനം നിനക്ക് ലഭിക്കും. ദൈവത്തെ കാണാൻ അഹങ്കാരിക്ക് പറ്റുകയില്ല. ബുദ്ധി സാമർഥ്യങ്ങൾ കൊണ്ട് ദൈവാനുഭവം ലഭിക്കുകയില്ല. അവനെ കാണാനായിട്ട് പൂജാ രാജാക്കന്മാരെ പോലെ, ആട്ടിടരെ പോലെ ആ ഗുഹയുടെ ഉള്ളിൽ തലകുനിച്ച് നാം അകത്ത് ചെന്ന് തലകുനിച്ചവനെ വണങ്ങണം. അപ്പോൾ ദൈവദർശനമുണ്ടാകും. ഈ ബലഹീനനാണ്, മഞ്ഞിൽ മരം കോച്ചുന്ന തണുപ്പിൽ തണുത്ത് വിറയ്ക്കുന്ന ഈ കരങ്ങളാണ് ഈ പ്രപഞ്ചത്തിന് രൂപം നൽകിയത് എന്ന് ഈ ബലഹീന ശിശുവാണ് ദൈവമെന്ന് അംഗീകരിക്കാൻ നമ്മുടെ ബുദ്ധിയുടെ സാമർഥ്യങ്ങൾ കൊണ്ട് പറ്റില്ല. വിശ്വാസത്തിന്റെ തികവ് കൊണ്ട് നമുക്കത് പറ്റും. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ എളിമയോടുകൂടെ നമുക്ക് ആരാധിക്കാം. അതിനുള്ള വലിയ കൃപ നൽകി ഈ ക്രിസ്മസ് നമ്മെ ധന്യമാക്കട്ടെ. ബേത്ലഹേമിലെ മനോഹരമായ യേശു ജനിച്ച ഈ സ്ഥലവും ഈ പൗരാണികത്വം നിറഞ്ഞൊരു പുരാതന ദേവാലയവും ഈ സത്യം ലോകത്തെ അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു.